നമ്മൾ കൂടുതലും ശ്രീമതി ശ്രീവിദ്യയെ കണ്ടിട്ടുള്ളത് ഒരു നടിയായിട്ടാണ്. നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത്. എന്നാൽ നർത്തകിയായിരുന്നുവെന്നും ചെറുപ്പം മുതൽ നൃത്തം പഠിച്ച വളരെ പ്രശസ്തയായ നർത്തകിയായിരുന്നു. പിന്നീടാണ് സിനിമയിലേക്ക് വന്നതെല്ലാം നമ്മൾ പലരും ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പ്രശസ്തയായ ആ നർത്തകിയെ കാണാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാളിയായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന പ്രശസ്തനായ നർത്തകനായ ശ്രീ ധനഞ്ജയനാണ്. ആരാധ്യനായ ശ്രീ ധനഞ്ജയനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ. നൃത്തവുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്യുന്ന അങ്ങനെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള സമയം കണ്ടെത്തി വരുന്നതിന് തന്നെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ശ്രീവിദ്യയുടെ ഈ സമാഗമത്തിൽ അതിഥിയായി പങ്കുകൊള്ളാനും അതിഥിയാവാനും ശ്രീവിദ്യയെ പറ്റിയിട്ടുള്ള ചില വിശേഷ കാര്യങ്ങളെ പറ്റി പറയാനും. എന്ന് മുതലാണ് ശ്രീവിദ്യ അറിഞ്ഞു തുടങ്ങിയത്? എനിക്ക് ഏകദേശം ഒരു 10 വയസ്സ് തൊട്ട് എനിക്കറിയാം. 12 വയസ്സിലാണെന്ന് തോന്നുന്നു പറയുന്നല്ല, എനിക്ക് ന്യൂസാണ്. അതെ, അന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ശ്രീവിദ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു വലിയ ഭരതനാട്യ നർത്തകിയായിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് സ്വപ്നം കണ്ടത്. അതെ, കാരണം ഇന്നും ശ്രീവിദ്യയുടെ പരിപാടിയെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ അവസാനമായിട്ട് കണ്ടത് കൃഷ്ണഗാന സഭയിൽ വെച്ചിട്ട് ശ്രീവിദ്യ അമ്മ പാടിയിരുന്നു. കൃഷ്ണവേണിയാണോ നട്ടുവാങ്ങം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ദണ്ഡായുധ പണിപ്പിള്ളി ആയിരുന്നില്ല, ആയിരിക്കും. അതെ, പിന്നെ വനജാനാരായണൻ. പിന്നെ കാരക്കുടി കൃഷ്ണമൂർത്തി സാറായിരുന്നു മൃദംഗം വായിച്ചിരുന്നത്. അന്നത്തെ പ്രോഗ്രാം ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ പാടുക ഡാൻസിന് എന്നുള്ളതാണ്. MLV വസന്തകുമാരി അമ്മ എൻ്റെ മകനും പഠിപ്പിച്ചിട്ടുണ്ട്, സഞ്ജയനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഋഷി വാലിയിലുള്ള സമയത്ത് 2 കൊല്ലം നല്ലോണം. അപ്പോൾ അവനും അമ്മയായിട്ട് വളരെ അടുപ്പത്തിലാണ്. സഞ്ജയനും ഡാൻസർ? സഞ്ജയല്ല, സത്യജിത്താണ് ഡാൻസർ. സഞ്ജയ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകനാണ്. അവൻ നന്നായി പാടും. അപ്പോൾ അവന് MLV എന്ന് പറഞ്ഞാൽ MLVയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു, ഇന്നും MLV അക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗുരുഭക്തിയാണ്. അതേസമയത്ത് സഞ്ജയനും പറയാറുണ്ട് ചേച്ചീനെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ ചില സമയത്ത് അവിടെ പോവാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണവേണി എപ്പോഴും പറയാറുണ്ട്. കൃഷ്ണവേണി ഞങ്ങളൊക്കെ ഒന്നായിട്ട് അതെ, ഞങ്ങളൊക്കെ ഒന്നിച്ച് വളർന്നവരാണ്. കൃഷ്ണവേണി എൻ്റെ അധികം സ്റ്റേജ് പാർട്ട്ണറായിരുന്നു കൃഷ്ണവേണി. അപ്പോൾ കൃഷ്ണവേണി ഇപ്പോൾ ഇല്ല. കൃഷ്ണവേണി എപ്പോഴും പറയാറുണ്ട് എത്രയോ നല്ല വിദ്യൻ്റെ കഴിവിനെ പറ്റിയിട്ടും. പക്ഷേ ഞങ്ങൾക്കറിയാം, പക്ഷെ പ്രത്യേകിച്ച് കൃഷ്ണവേണിയോട് കുറച്ചുകൂടെ അമ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പറയാറുണ്ട്. പിന്നെ അന്ന് ഡാൻസിന് വേണ്ടി മാത്രം, അതായത് ഈ സാധാരണക്കാർക്ക് ഡാൻസ് ചെയ്യാൻ മനസ്സിലാക്കിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 45 മിനിറ്റ്സിന് വി ഹാഡ് പ്രൊഡ്യൂസ്ഡ് റെക്കോർഡ് ഇൻ HMV. അതൊരു കാസറ്റ് റിലീസ് ഉണ്ടായിരുന്നു, ഈവനിങ് ഇൻ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറിയ വർണ്ണം, അല്ലാതെ ഇപ്പൊ ചെറിയ ചെറിയ ഐറ്റങ്ങളായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്നും വളരെ പോപ്പുലർ ആണ്. അത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഒരു ഇത് അതിൽ ഞാൻ പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയുടെ കൂടെ. പിന്നെ വിശേഷം എന്ന് വെച്ചാൽ ഈ ഒരു ഭരതനാട്യ നർത്തകിക്ക് വളരെ അനുകൂലമായിട്ട് വേണ്ടത് സംഗീത പരിജ്ഞാനമാണ്. സംഗീതം ഇല്ലെങ്കിൽ നാട്യമില്ല. സംഗീതം, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് രണ്ടും ഉണ്ട്. ഹിസ്റ്റോണിക് അഭിനയ പാഠവും ഉണ്ട്, അതേപോലെ നാട്യ പാഠവും ഉണ്ട്. പിന്നെ പാട്ടിന്റെ സംഗീതത്തിന്റെ പാരമ്പര്യം ഉള്ളത് കൊണ്ട് നന്നായി പാടുകയും ചെയ്യും. പാടുന്നുണ്ടോ? പാട്ട് പാടും, തൊണ്ട കെട്ടി. എന്നാലും ധനഞ്ജയ മാസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് പാടാല്ലേ? എന്താ പാടും? എന്തെങ്കിലും പാട്, കൃഷ്ണ നീ വേഗനെ പാടും. അല്ല, എല്ലാവർക്കും അറിയുന്ന പാട്ടല്ല. കൃഷ്ണ നീ ബേഗനെ ബാരോ, കൃഷ്ണ നീ ബേഗനെ.
അമ്മയുടെ അതൊക്കെ ബാരോ ബേഗനെ ബാരോ ഞാൻ അഭിനയം പിടിക്കട്ടെ. മുഖവന്നെ തോരോ ബേഗനെ ബാരോ മുഖവന്നെ തോരോ ബേഗനെ ബാരോ മുഖവന്നെ തോരോ കൃഷ്ണാനി ബേഗനെ ബാരോ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ വലിയ ഭാഗ്യമാണ്. അതെ, സമാഗമം എന്ന് പറയുന്ന ഈ പരിപാടി വളരെ അന്വർത്ഥമാവുന്നത് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴാണ്. തീർച്ചയായും തീർച്ചയായും. ഞങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ വളരെ പ്രഗത്ഭരായ ഞാൻ ആളുകൾ എനിക്ക് വളരെ അതിശയം തോന്നി ഇതിന് സമയം കണ്ടെത്തി എങ്ങനെ, കാരണം ഈ സച്ച് എ ബിസി പേഴ്സൺ എപ്പോഴും വേൾഡ് ടൂറിലായിരിക്കും. അതെ, അമ്മയായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ. എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഒരു പ്രാവശ്യം അമ്മ വളരെ വിഷമിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് കരഞ്ഞു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നായിട്ട് 4 വർഷം ഭയങ്കര അടുപ്പമായിരുന്നു. ഈ ഇതുവരെ കിട്ടാത്ത അത്രയും സ്നേഹം മുഴുവനും വാരി കോരി ചൊരിയായിരുന്നു അമ്മ. എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുക, എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുക, എനിക്ക് വേണ്ടി അവിടെ ഓടുക എവിടെ ഓടുക എല്ലാം ഷീ വാസ് ഡിസൈഡിങ്. പെട്ടെന്ന് ഒരു 4 കൊല്ലത്തിനുള്ളിൽ ഷീ ഹാഡ് ക്യാൻസർ ആൻഡ് ഷീ പാസ്ഡ് അവേ. അത് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്കത്. അച്ഛൻ പിന്നെ വികടൻ കൃഷ്ണമൂർത്തി സാർ വളരെ നല്ല ആള്. ഞങ്ങൾ അവരുമായിട്ട് വളരെ എന്താണ് വികടം കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്? വികടം എന്ന് പറഞ്ഞാൽ തമിഴിൽ മിമിക്രി എന്നാണ് അർത്ഥം. വികടം കൃഷ്ണമൂർത്തി. അന്ന് ഫസ്റ്റ് വികടം മിമിക്രി ചെയ്ത ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് അച്ഛനാണ്. നമ്മൾ നല്ല കുടുംബത്തിൽ ജനിക്കുന്നത് ഭാഗ്യമാണ്, നല്ല കൂട്ടുകാരുണ്ടാകുന്നത് ഭാഗ്യമാണ്, നല്ല ബന്ധുക്കളുണ്ടാകുന്നത് ഭാഗ്യമാണ്, നല്ല സഹപ്രവർത്തകരുണ്ടാകുന്നത് ഭാഗ്യമാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചുണ്ടാകുന്നതോ മഹാഭാഗ്യമാണ്. അങ്ങനെ മഹാഭാഗ്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ശ്രീവിദ്യ. ഒരു കലാകാരനെ, ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുക എന്നത്. നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ നല്ല സംവിധായകർ വേണം. നല്ല സംവിധായകരാണ് നടന്മാർക്കും നടികൾക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ നൽകുന്നത്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ബഹുമാന്യായ വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അവർക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇന്നിവിടെ അടുത്ത അതിഥിയായി എത്തിയിരിക്കുന്നത്, ശ്രീ KG ജോർജ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യയുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം ആദ്യം ഉണ്ടായത് സാറിൻ്റെ സ്വന്തം സിനിമയിൽ തന്നെയാണ്? അതെ അതെ അല്ലേ? എൻ്റെ 3 പടങ്ങളിൽ വിദ്യ അഭിനയിച്ചിട്ടുണ്ട്. ഈ ആദാമിൻ്റെ വാരിയിലെ പഞ്ചവടി പാലം ഇരകൾ. പിന്നെ അല്ലാതെ മലയാളത്തിൽ അഭിനയിക്കുന്ന നടികൾ ശാരദ മാത്രമേ 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിപ്പോൾ ഈ ആദാമിൻ്റെ വാരിൽ കണ്ടുപിട്ടുന്ന അതിനു മുമ്പ് തന്നെ ഭദ്രാശിയിൽ താമസിക്കുന്നത് ശ്രീവിദ്യമാർ നേരത്തെ പരിചയമുണ്ട്. ഞാനും എൻ്റെ വൈഫവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. വിദ്യ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയിൽ പെടുന്നതിനും നമുക്ക് പരിചയമുണ്ട്. പക്ഷെ കുറച്ച് അടുപ്പമില്ലായിരുന്നു. ആദ്യമായിട്ട് ആദാമിൻ്റെ വാരിയിലുള്ള ഈ കഥാപാത്രം ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇവർ തന്നെയാണ് നമുക്ക് തോന്നുകയും അങ്ങനെ പോയി കാണുകയും ചെയ്തു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആ സിനിമയിൽ ആദ്യം ഒരു ഷോട്ട് ഈ വളരെ ബോറടിച്ച ധനികയായ വീട്ടമ്മ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ വന്നിട്ട് അടുക്കളയുടെ വാതിക്കൽ നിന്ന് വേലക്കാർ ജോലി ചെയ്യുന്ന നോക്കുന്നു. അപ്പം ഇവർ വന്നിട്ട് നോക്കുന്ന ഷോട്ടാണ് ആദ്യമായിട്ട് എടുത്തത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മേക്കപ്പ് ഇട്ട് വന്ന് കഴിഞ്ഞ് ആ പൊസിഷന് വന്ന് നിന്നപ്പോൾ ഞാൻ അടുത്തെന്ന് പറഞ്ഞു, അല്പം മേക്കപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് യാതൊരു ഇതുമില്ലാതെ ഉടനെ അകത്തേക്ക് പോയിട്ട് മേക്കപ്പ് തുടച്ച്. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ സിനിമകളിൽ ഒരു നടൻ്റെ അല്ല നടിയുടെ ആ സ്കിന്നിൻ്റെ ഒരു ടോൺ എനിക്ക് കിട്ടുമെങ്കിൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ലല്ലോ സാർ, അതിനകത്ത്
ഈ സ്ത്രീ ഒരുങ്ങിക്കെട്ടിയൊക്കെ പുറത്തു പോകുന്ന സീൻസ് ഉണ്ട്. അപ്പോൾ പോലും അപ്പൊ നല്ല അതും ഇതുമായിട്ട് ഡിഫറൻസ് കോൺട്രാസ്റ്റ് വേണം. കോൺട്രാസ്റ്റ് വീട്ടിലിരിക്കുമ്പോൾ വളരെ പ്ലെയിൻ ടോൺ ആയിട്ടും പുറത്തു പോകുമ്പോൾ എത്രയും ലിപ്സ്റ്റിക് ഇടാവോ അത്രയും അതെ 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 എങ്കിലും ആ വ്യത്യാസം എങ്ങനെ feel ചെയ്യും. അതെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടും ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ വിദ്യയിൽ കണ്ടതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവരുടെ കാര്യങ്ങൾ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്, മറ്റാരുമല്ല. അത് നടികളുടെ ഇടയിൽ അങ്ങനെ വളരെ കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പാരഫർണിയ ഇല്ലായിരുന്നു. പാരഫർണിയ ഇല്ലെന്ന് മാത്രമല്ല വേറെ ആരോടും ചോദിക്കണ്ട. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടികളും ചോദിക്കാറുണ്ട് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന്. നെഗറ്റീവ് ആണെങ്കിൽ പലരും അഭിനയിക്കാറില്ല. എൻ്റെ സിനിമയിൽ പഞ്ചവടി പാലത്തൊരു തമാശ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റ് 2 സിനിമകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിനിമകളാണ്. വളരെ ജീവിതവുമായിട്ട് വളരെ അടുപ്പമുള്ള സിനിമകളാണ്. അതിനകത്ത് ഈ 2 കഥാപാത്രങ്ങളും വളരെ നെഗറ്റീവായ ക്യാരക്ടറാണ്. ഇരകൾക്കകത്താണെങ്കിൽ ഓൾമോസ്റ്റ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അത് അത്രയും ഹിലേറിയസ് ആയിട്ട് സാറ് പ്രസന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം സാറ് വന്നപ്പം ചോദിച്ചത്, സാർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ക്യാരക്ടർ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സാർ ഇത് ഞാൻ എന്നെ കൊണ്ട് ഇത് അഭിനയിക്കാൻ പറ്റുമെന്ന് സാർക്ക് എങ്ങനെ തോന്നി? അതൊക്കെ വിദ്യ ചെയ്യും. ഈ നെഗറ്റീവ് കഥാപാത്രത്തിൽ നിന്ന് നമ്മൾ വാസ്തവത്തിൽ പോസിറ്റീവ് തോട്ടാണ് ഉണ്ടാക്കുന്നത്. ആ പോസിറ്റീവ് തോട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അത് കലയായി മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ യാതൊരു മുൻധാരണകളും ഇല്ലാതെ ഒരു പ്രിജുഡീസസും ഇല്ലാതെ കഥാപാത്രങ്ങളെ ഏറ്റെടുക്കുന്ന അപൂർവ നടികൾ ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഉടനെ പോയി മുറി പോയി കഥ പഠിക്കുന്നില്ല എന്ത് ചെയ്യും? ഐ നെവർ വാണ്ടഡ് എനി പാരഫർണിയ. മാത്രമല്ല എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ എവിടെയാണ് നിനക്ക് ഷൂട്ടിംഗ് എന്ന് ചോദിച്ചാൽ എൻ്റെ മാനേജറോട് ചോദിക്കുമെന്ന് പറയാം, നിനക്ക് നാണമില്ല എഴുതുന്ന വരും. നാളെ ഇന്ന സ്ഥലത്താണ് പോകുന്നത് നാവുകൊണ്ട് പറയാൻ നിനക്ക് പറ്റില്ല, അതിനൊരാളെ വെക്കണം. ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല, നീ വേണമെങ്കിൽ നാളെ ഇന്ന സ്ഥലത്ത് പോകുന്നു, നീ ഹാൻഡിൽ ചെയ്തോളണം. യു ഹാൻഡിൽ യുവർ ഡേറ്റ്സ് ബിക്കോസ് ഐ എം ബിസി. You handle your dates, you handle your producers, you whichever character you want, you do it. It is not my problem എന്ന് പറയും. പിന്നെ അതിൽ കൂടാതെ തന്നെ വിദ്യയെ കണ്ടിട്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഒരു നല്ല വേഷങ്ങളും ക്യാരക്ടറിന് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തെ വളരെ സ്ഥായിയായ ഒരു ബന്ധമാണ്. ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ കാലം മുതൽ ഇന്ന് വരേക്കും ഏതാണ്ട് തുല്യമായ പരസ്പരം അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ, കാരണം പിന്നീട് എപ്പോഴും ഞാൻ അവരെ വിളിക്കാറോ അല്ലെങ്കിൽ അവരെന്നെ വിളിക്കാറോ ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും അവരെ പറ്റി കേൾക്കുമ്പോഴും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിക്കും എന്താണിത് കാര്യം, എങ്ങനെയുണ്ട് ആരോഗ്യം, അങ്ങനെയുള്ള ഒരു സൗഹൃദ ബന്ധമെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ഞങ്ങൾ തമ്മിലുണ്ട്. ഇപ്പോഴും ഉണ്ട്, അടുത്ത കാലത്ത് ഞാൻ കാണാൻ പോയിരുന്നു. ഈ സാർ ഈ കഥാപാത്രങ്ങളെ ഫിക്സ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം. എങ്ങനെയാണ് സാർ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാലും കഥ കിട്ടിയാലും ഒരു കഥാപാത്രത്തെ സാർ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു ആർട്ടിസ്റ്റിനെ സാർ ഫൈനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ആർട്ടിസ്റ്റ് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ പറ്റിയാണോ ആലോചിക്കുക, അതല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് വേണ്ട ലുക്സ്, ആ ഒരു രൂപം ഈ പർട്ടിക്കുലർ ആർട്ടിസ്റ്റിനുണ്ട്, ആ രീതിയിലാണ്? രൂപം വളരെ പ്രധാനമാണ്. കാരണം ആദാമിൻ്റെ ഭാര്യയിലെ ആലീസ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താവിന് പണം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീയാണ്, സ്വന്തം മാനം വിട്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷേ അവർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വളരെ അന്തസ്സുള്ള ഒരു അടുത്തു നിന്ന് വന്നിട്ട് ഇയാളുടെ ഭാര്യ ആയതാണ്. അപ്പം അങ്ങനെയുള്ള ആ അന്തസ്സ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നണം അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണെന്ന് തോന്നണം. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു രൂപമാണ് അതിൻ്റെ പരമപ്രധാനം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പം മുതലേ വിദ്യയുടെ മുഖമെന്ന് പറയുന്നത് വളരെ ആകർഷകമായൊരു മുഖമാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൗന്ദര്യത്തിൻ്റെ ഓൾമോസ്റ്റ് പ്രതീകമായിട്ട് ഞാൻ വളരെ കാലം അവരുടെ മുഖത്തെ സൂക്ഷിച്ചു. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസസ് ഇൻ സൗത്ത് ഇന്ത്യൻ സിനിമ. ഈ അടുത്ത ദിവസം മധു സാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലേ, നടൻ മധുവിൻ്റെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചു. ഇങ്ങനെ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത്, ഭംഗിയുള്ളൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീവിദ്യയുടെ മുഖമാണെന്നാണ് മധു സാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഈ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ എനിക്ക് മനസ്സിലായിട്ടെന്ന് പറയുന്നത് അങ്ങേയറ്റം മനുഷ്യത്വം കീപ്പ് ചെയ്യുന്ന ഒരു നടിയാണ്. നടികളുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ആൾ വളരെ കുറവാണ്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ എൻ്റെ മനസ്സിനെ തട്ടിയ ഒരു സംഭവം ഉണ്ടായി. ഇരകൾ എന്ന് പറഞ്ഞ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രൊഡ്യൂസർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബജറ്റിനുള്ളിൽ ആ സിനിമ തീർത്തു കൊടുത്തോളാം എന്ന് ഞാൻ പറയുകയും അങ്ങനെ തീർക്കുകയും ചെയ്തു. അവസാനം ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പ്രൊഡ്യൂസർക്ക് ചില വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പം എൻ്റെ ഈ ഫീലിംഗ് ഡബ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരോട് ആ ഫീലിംഗ് അവർക്ക് പകർന്നു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പണം കൊടുക്കാനായിട്ട് അവരുടെ റൂമിൽ വന്ന സമയത്ത് അവർ പണം വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നു, ഇത് അയാൾക്ക് കൊടുത്തേക്കുമെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മനുഷ്യർ വളരെ 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 അപൂർവമാണ്. പിന്നെ വളരെ എംബറാസിങ് ആയ ഒരു ഇത് കൂടിയുണ്ട് ഞാനും ശ്രീവിദ്യയും തമ്മിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയോട് ബന്ധമില്ലാത്ത ഒരുപാട് മലയാളികൾ വിശ്വസിക്കുന്ന ശ്രീവിദ്യയുടെ ഭർത്താവായിരുന്ന ജോർജ് ഞാൻ തന്നെയാണ്. മദ്രാസിൽ നിന്ന് തിരുവനന്തപുരം ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് എയർ ഹോസ്റ്റസ്മാരൊക്കെ എന്നോട് പറയും, സാർ അല്ല ശ്രീവിദ്യക്ക് സുഖമാണോ സാർ, ഇന്നലെ വൈഫ് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അതെ, അത് പിന്നീട് ഞങ്ങൾ ആരും തിരുവനന്തപുരത്ത് നിന്ന് താമസിച്ചപ്പോൾ എൻ്റെ മകള് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. ഡാഡി മമ്മിയെ രണ്ടാമത് കെട്ടിയതാണെന്നും ആദ്യത്തെ ഭാര്യ ശ്രീവിദ്യയാണെന്നും. ഇത് ഇപ്പോഴും ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എനിക്കുള്ള പ്രോബ്ലം എന്താണ്, ഞാനൊരു വില്ലനാണെന്നാണ്. വില്ലൻ ഇമേജ് സാറിന് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്രയും മനസ്സുള്ള ശ്രീവിദ്യക്ക് ജീവിതത്തിൽ ഇത്രമാത്രം ദുഃഖങ്ങൾ ആരുണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അല്ല, ഒരുപാട് നല്ല മനസ്സുണ്ടാകുമ്പോഴായിരിക്കും സാർ ഒരുപാട് ദുഃഖങ്ങൾ വരുന്നത്. കാരണം ചിലപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറാവുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അല്ല, ഈ ത്യജിക്കുക എന്നുള്ള വേർഡിനെ നമ്മൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്ത് വലിയ അക്ഷരങ്ങളിൽ എഴുതി തൂക്കിയിടുക വീട്ടിൽ. കാരണം ഈ ത്യാഗമില്ലാതെ ഒരു ജീവിതമില്ല. ആരാർക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ എന്താ, നമ്മൾ വളർത്തുന്ന പട്ടിക്കുഞ്ഞിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ വിട്ടുകൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, യു ഷുഡ് നോട്ട് സീ ദാറ്റ് ഇറ്റ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് എ ഡോഗ് എന്ന് വിചാരിക്കാതെ നമ്മൾ ഈക്വാലിറ്റി പാലിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും എന്നുള്ള എന്തെങ്കിലും കിട്ടിയിരിക്കും. അത് പ്രതീക്ഷിക്കരുത് ലൈഫിൽ ഒരിക്കലും. അൺകണ്ടീഷണൽ ആയിരിക്കണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് 100% കൊടുക്കുക. ഇപ്പോഴും മൈ മൈൻഡ് സേസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ലവ് മാരേജ്. ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഈ പരാജയങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടപ്പോൾ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആത്മവിമർശനം നടത്തി നോക്കിയിട്ടുണ്ട്? എൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു വീഴ്ച വന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റ്? അല്ല, കണ്ണുമടച്ച് ഒരാളെ ഇങ്ങനെ വിശ്വസിച്ചത് എൻ്റെ തെറ്റാണ്. പിന്നെ ജീവിതത്തിൽ കല്യാണമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് വാസ് ടു ലേറ്റ്. പിന്നെ ഒരു അമ്മയാവാൻ സാധിക്കാത്തത്, ഒരു അമ്മയാവുന്നത്, ഇതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയ. വെൻ യു സീ അച്ചീവേഴ്സ്, വെൻ യു സീ ബ്ലൈൻഡ് ചിൽഡ്രൻ സിംഗിങ്, വെൻ യു സീ കയ്യും കാലും ഇല്ലാത്ത കുട്ടികൾ ഡാൻസ് ചെയ്യുന്നു, പാടുന്നു, അതിനേക്കാളൊന്നും നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ഒന്നുമേ ഇല്ല. കാരണം they are so closer to God, you know, and God is so close to us. നമ്മൾ വിചാരിക്കുന്ന എവിടെയോ ഹിമാചലത്തിലോ അല്ല, ദൈവം നമ്മുടെ കൂടെ ഇങ്ങനെ നിഴൽ പോലെ കൂടെ വരികയാണ്. അത് ഏത് വഴിയായാലും ഡെസ്റ്റിനേഷൻ ഷുഡ് ബി ഗോഡ്. ചിലപ്പം മുസ്ലിംസിൻ്റെ വഴിയിലായിരിക്കും, ഹിന്ദുക്കളുടെ വഴിയിലായിരിക്കും, ക്രിസ്ത്യൻസിൻ്റെ വഴിയിലായിരിക്കും. ലെറ്റ് ഇറ്റ് ബി എനി റോഡ്, ബട്ട് യു ബി എ ഗുഡ് ക്രിസ്ത്യൻ, യു ബി എ ഗുഡ് മുസ്ലിം, യു ബി എ ഗുഡ് ഹിന്ദു. ഡെസ്റ്റിനേഷൻ ഷുഡ് ബി ഗോഡ്. ശ്രീമതി കമല ഗോവിന്ദ് കുറച്ചു നേരം മുമ്പ് നമ്മളോട് പറഞ്ഞു, സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല, പുരുഷനെ ഏൽപ്പിക്കുന്ന എല്ലാ പ്രഹരങ്ങളും ഏറ്റുവാങ്ങി അടിമയായി കഴിയേണ്ടവളല്ല, പ്രതികരിക്കേണ്ടവളാണെന്ന്. പ്രതികരിക്കണം. അങ്ങനെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കവയത്രി നമുക്കുണ്ട്. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ശ്രീമതി റോസ്മേരി നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞാൻ അവരെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. എന്ത് തോന്നി ഇന്നിങ്ങനെ ഈ സമാഗമത്തിൽ അതിഥിയായിട്ട് വരണം, ശ്രീമതി ശ്രീവിദ്യയോടൊപ്പം ഇങ്ങനെ കുറേ സമയങ്ങൾ പങ്കിടണമെന്ന് പറഞ്ഞപ്പോൾ? ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീവിദ്യയുടേത്. അതൊരു നടിയെന്ന നിലയിലാണ്, അതൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെയാണ്? മൊത്തത്തിൽ ഓക്കെ. ഒരു വ്യക്തി എന്നുള്ള നിലയിലൊരു മനുഷ്യാത്മാവെന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഡ്മിറേഷനുള്ള ഒരു ആളാണ്. അതെന്താണെന്ന സ്ഥിതിക്ക് ഒരു സ്ത്രീത്വത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പത്തിൻ്റെ പൂർണ്ണത ശ്രീവിദ്യയിലാണ് ഞാൻ കണ്ടെത്തിയത്. ഒരു വനതടാകമില്ലേ, നിറഞ്ഞു തുളുമ്പിയൊരു തടാകം, അതുപോലെ തന്നെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നൊരു വസന്തവൃക്ഷം, അത്രയ്ക്കൊരു നിറം എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ അതൊരു ബാഹ്യ സൗന്ദര്യം മാത്രമല്ല,
മനസ്സിൻ്റെ ഒരു സത്യസന്ധത, ഒരു നന്മയൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പ്രോബ്ലങ്ങളൊക്കെ വരുമല്ലേ. അപ്പം മിക്കവരും തളർന്നു പോകും, അല്ലെ ഒരു സഹതാപത്തിന് വേണ്ടി മോഹിക്കും, മറ്റുള്ളവർ സഹതപിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതങ്ങനെയൊന്നുമല്ല, അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ വളരെ സങ്കടം നിറഞ്ഞൊരു വഴിയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നതെന്ന്. അത് പിന്നിട്ട ശേഷമാണ് പറയുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചൊരു കരുത്തുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ശ്രീവിദ്യയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നത്. അടുപ്പമാവുന്നത് എപ്പോഴാണ്? ഒരു പരിചയപ്പെടുന്നതും സുഹൃത്താവുന്നതൊക്കെ? ഞാൻ എപ്പോഴും അകലെ നിന്ന് ഇങ്ങനെ കണ്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കാരണം ചിദംബരത്തെ MA ചെയ്യാൻ പോയത്. അപ്പോൾ തമിഴ് ഭാഷയും സംസ്കാരവും സിനിമയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപൂർവ രാഗങ്ങളില്ലേ, അതിൻ്റെ ഒരു പഴയ പടം അത് കാണുമ്പോൾ തൊട്ട് എനിക്ക് ഒരു വളരെ വളരെ ഒരു ഡിഫറെൻറ്റ് റോളായിരുന്നു അത്. കമൽഹാസനോടൊപ്പം ആദ്യം അഭിനയിക്കുന്ന ആ സിനിമയിലാണ്. അപ്പോൾ എനിക്ക് 22 വയസ്സേ ഉള്ളൂ, ബട്ട് ഐ വാസ് ഡൂയിങ് എ 40 years റോൾ. ഈ ആ കഥാപാത്രത്തെ ഇഷ്ടം തോന്നിയ പോലെ ആ കഥാപാത്രമായി അഭിനയിച്ച കമലഹാസനോട് അന്നൊരു സ്നേഹം തോന്നിയിരുന്നു. അന്ന് ആ ബന്ധം പിന്നീട് വളർന്നു അല്ലേ? അത് ഒരു സ്നേഹബന്ധമായി തന്നെ വളർന്നു. എന്തുകൊണ്ടാണ് പിന്നെ അത് ഒരു വിവാഹത്തിലൊന്നും എത്താതിരുന്നത്? എല്ലാം തീരുമാനിച്ചു, അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. അത് ദുഃഖമല്ല, ഓരോരോ അനുഭവങ്ങൾ. ഇപ്പം നമ്മളിങ്ങനെ ഒരു പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ പുഴയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നല്ലേ? ചിലപ്പോൾ അത് ഭയങ്കര മഴക്കാലത്ത് നിറഞ്ഞൊഴുകും, ചിലപ്പോൾ അത് വരണ്ടു പോവും, ചിലപ്പോൾ ഭയങ്കര അഗാധ ഗർത്തങ്ങളിലേക്കൊക്കെ പതിക്കും. അതിൻ്റെ കയ്യിലല്ല ഒന്നും. ഇപ്പം പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ നമ്മളൊരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ ഒരു സാധാരണ ഒരു വീട്ടമ്മയൊക്കെ ജഡ്ജ് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ കാണാനേ പാടില്ല. വളരെ വ്യത്യസ്ത ഒരു അതെ 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 വളരെ വ്യത്യസ്തമായൊരു ജന്മ. അപ്പോൾ അവരുടെ ഈ വികാര വിചാരങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു നിയമങ്ങളിട്ടോ നമ്മുടെ ഒരു സദാചാര സങ്കല്പം അങ്ങനെയൊന്നും അല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ശരി തെറ്റുകളുടെ ഒരു കൺസെപ്റ്റേ അവിടെ പാടില്ല. അത് വളരെ നൈസർഗികമായൊരൊഴുക്കാണ്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല വിദ്യയും അതിനെക്കുറിച്ചൊന്നും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവില്ല. കടന്നു പോയതിനെക്കുറിച്ചൊന്നും സ്വയം എടുത്ത തീരുമാനങ്ങൾ. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നീട് പുള്ളി സ്വന്തപ്പെടുത്തൽ വിളിക്കാൻ അഭിനയിച്ചപ്പോഴൊക്കെ ഞാൻ ലൈക്ക് എ പ്രൊഫഷണൽ ഐ വെന്റ് ആൻഡ് ആക്ടഡ്. ദാറ്റ് ഡസന്റ് മീൻ ഇതൊരു സാധാരണ എല്ലാവരുടെ ജീവിതത്തിലും കടന്നു പോകുന്ന ഒരു ശരിയും തെറ്റുകളുമാണ്. ഇത് ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ ഹിപ്പോക്രൈറ്റ്സ്. പിന്നെ ഈ പ്രതികാരം ഇല്ലാത്ത ഈ മനസ്സുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അത് ഈശ്വരൻ തന്നൊരു വരദാനം എന്ന് ഞാൻ പറയും. കാരണം നമ്മളിങ്ങനെ അയാളെക്കുറിച്ച് ഇങ്ങനെ വൈരാഗ്യത്തോടെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാലേ ആ വൈരാഗ്യം നമ്മളിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. നമ്മുടെ മുഖത്തെ ഗ്രേസ് പോകും, നമ്മുടെ സ്വസ്ഥത പോകും, നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മൾ ആ കൂടെ തകർന്നു പോവാം. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ മറക്കാൻ പറ്റിയത് വളരെ വലിയൊരു ഗിഫ്റ്റാണ്. ഈ മുനിതുല്യമായിട്ടൊരു മനസ്സ് ശ്രീവിദ്യക്ക് കിട്ടാൻ എന്താ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം മാത്രമാണ്. ഞാൻ ദൈവത്തെ മാത്രം ഞാൻ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വളരെ സഹനശീലം. എന്റെ അമ്മ ദൈവമായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതാണ് മാസ്റ്റർ പറയുന്നത്. ഡെഫിനറ്റ്ലി എനിക്ക് വിദ്യ വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പലരോടൊക്കെ സംസാരിക്കുമ്പം വിദ്യയുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും ചെറുപ്പക്കാരും ഒക്കെ എല്ലാവരും അല്ലേ എത്ര അപ്രോച്ചബിൾ ഒരാളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവരുടെ നമ്മളിങ്ങനെ കയ്യെത്തിയാൽ തൊടാവുന്ന അത്ര അടുത്തുള്ള ഒരാളായിട്ട്. ഇപ്പോൾ ഞാൻ പറയും ഐശ്വര്യ റോയ് ഒരു ഭയങ്കര സുന്ദരിയായിരിക്കും. തമിഴർ പറയുന്ന പോലെ അളവുകളൊക്കെ വളരെ കൃത്യമായി പാലിക്കപ്പെട്ട ഒരു ശരീരം. പക്ഷേ എനിക്കൊരിക്കലും ഒരു സ്നേഹം തോന്നിയിട്ടില്ല. ഒരു വിദൂര നക്ഷത്രമൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ അൺഅപ്രോച്ചബിൾ ആയിട്ട്. ഒരു എഥീറിയൽ ബ്യൂട്ടി. നമ്മളിങ്ങനെ ഉയരേക്ക് നോക്കിയൊക്കെ നല്ല സുന്ദരിയാന്നൊക്കെ പറയും. പക്ഷേ സ്നേഹം തോന്നുന്ന ഈ ഒരു ഇത്രയ്ക്കുണ്ടല്ലോ ഈ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഈ ഭൂമിയോട് വളരെ അടുത്ത ഈ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഇതിയുടെ ഞാൻ വളരെ അഡ്മയർ ചെയ്യുന്നവർ എന്താണെന്നറിയാം, പലരും കണ്ണുകൊണ്ട് അഭിനയിക്കും എന്നൊക്കെ പറയും, അവരുടെ കണ്ണുകൾ വളരെ ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ. പക്ഷെ ചുണ്ടുകൾ കൊണ്ടില്ലേ എത്രയ്ക്ക് ഇമോട്ട് ചെയ്യുന്നു, കുസൃതിയും പ്രേമവും ദേഷ്യവും ഒക്കെ ഇല്ലേ. ആ ചുണ്ടുകളുടെ ഒരു ഭയങ്കരമായൊരു ചുണ്ടുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഞാൻ ഇത്രയ്ക്ക് ആരെയും കണ്ടിട്ടില്ല. വിദ്യയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ്. എൻ്റെ സിനിമകളാണ് ഏറ്റവും പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിയലിസം അച്ചീവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്. ഈ ഞാൻ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഞാനെന്നുള്ളത് കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുന്ന എന്ന് തുടങ്ങുന്നു അന്ന് എറ്റേണൽ ഹാപ്പിനെസ് ആണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഒരു കവിയത്രി, ഒരു
നടിയെ ഇത്രയധികം സ്നേഹിക്കുകയും ഇത്രയധികം ആരാധിക്കുകയും ചെയ്യുന്നതെന്നറിയുമ്പോൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഒരുപാട് അതിഥികൾ അവർക്ക് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്കൊന്നും പറയാനും ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ സിനിമ കാണുന്ന ഒരാളായിരുന്നു. ഞാനും ശ്രീവിദ്യ എന്ന് പറയുന്ന നടിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട്, അപ്പോൾ എനിക്കും ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ. ഞങ്ങളന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരജോഡികളായിരുന്നു ഈ മധു ശ്രീവിദ്യ എന്ന് പറഞ്ഞത്. മധു സാറിൻ്റെ കൂടെയാണ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് അല്ലേ. അത് അങ്ങനെ വന്നതായിരിക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ സാറൊക്കെ പറഞ്ഞ ഒരു ഇമേജ് ഉണ്ടാക്കുമല്ലോ ചില ആർട്ടിസ്റ്റുകൾക്കല്ല. അപ്പോൾ ഈ ഒരു ജോഡിയോട് ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടം തോന്നിയോണ്ടാവാം അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാം. ഞങ്ങളുടെ പാർ ഇപ്പം എന്തൊക്കെയെല്ലാം പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും ഉണ്ടെങ്കിലും സിനിമയിൽ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഞങ്ങളുടെ പാർ സക്സസ് ആയപ്പോൾ കുറേ പടങ്ങൾ അങ്ങനെ വന്നു എന്നല്ലാതെ, പിന്നെ സുകുമാരനും സോമനൊക്കെയാണ് എൻ്റെ മക്കൾ. പിന്നെ അടുത്ത സെറ്റിൽ പോകുമ്പോൾ സോമനാണ് എൻ്റെ ഭർത്താവ്. അപ്പം ഇങ്ങനെ ഒരു 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 ഇമേജിലും പെടാതെ ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഞാൻ അമ്മയായിട്ടും ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും ഭാര്യയായിട്ടും കാമുകയായിട്ടും എല്ലാമായിട്ടും അഭിനയിച്ചിട്ടുണ്ട് വിതിൻ എ സ്പാൻ ഓഫ് 1.5 years. ഓൾ ദ ഫിലിംസ് വെർ വെൽ റിസീവ്ഡ്. സോ ഈ ഓഡിയൻസിൻ്റെ ഒരു മഹത്വമാണത്. നസീർ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ, നസീർ സാറിന് ഒരുപാട് പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാറെ ഞാൻ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഷൂട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. റാണി ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിൽ പോയിട്ടുണ്ട്. അന്ന് തിക്കൂർഷി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിൽ ഞാൻ കയറി എപ്പോഴും ഓർമ്മയുണ്ട്. പളിങ്ക് പാത്രം എന്ന് പറഞ്ഞൊരു പടം. അത് സാവിത്രി അമ്മ തമിഴിൽ അഭിനയിച്ചൊരു പടമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയ തിക്കൂർഷി സാറൊക്കെ, നീ ഇപ്പോഴും ഉണ്ടോ ഇൻഡസ്ട്രിയിൽ, നീ എന്നെ എന്താ എന്നെ കാണാൻ വരാത്തത്, എന്നെ ആളാക്കിയത് ഞാനാണ്, മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വരട്ടി അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ അന്നും നസീർ സാർ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഒരു സിനിമാ താരമായിട്ട്. അപ്പോൾ ശാർക്കര ക്ഷേത്രത്തിന് ഒരു ആന കൊടുത്തു സാർ, ഒരു ആന നടയിൽ. അപ്പോൾ അതിന് എൻ്റെ അമ്മയാണ് കച്ചേരി ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി വീട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ കർട്ടൻ്റെ പിന്നാലെ ഇരുന്ന് എല്ലാവരും വിളിച്ചു, ഇതാണ് പ്രേം നസീർ, കണ്ടു വന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നോ, അത് വിചാരിച്ചേ ഇല്ല. ആരാധ്യയായ ഈ കലാകാരിയെ കാണാൻ വീണ്ടും എത്തിയിട്ടുണ്ട് അതിഥികൾ. അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. അത് പ്രഗത്ഭരായ 2 സംഗീതജ്ഞരാണ് ഇനി ഈ വേദിയിലേക്ക് എത്താനുള്ളത്. ഒന്ന് പ്രഭാവതി ടീച്ചർ. ശ്രീമതി പ്രഭാവതി ടീച്ചറാണ് ശ്രീമതി ശ്രീവിദ്യയുടെ അരങ്ങേറ്റത്തിന് അവരെ അണിയിച്ചൊരുക്കിയത്, അവർക്ക് വേണ്ടി ഗാനമാലപിച്ചത്. പിന്നൊന്ന് ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ. ഇനി സംഗീതത്തെ പറ്റിയാവാം നമുക്ക് കുറച്ച് നേരം അല്ലേ. അതിനുമുമ്പ് പ്രഭാക്കയെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ 50s ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടറായിരുന്ന കെ മാധവൻ്റെ മോളാണ് ഞാൻ പോയപ്പോൾ. വിദ്യ 7 years old ഷി വാസ്. അപ്പം പാട്ട് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾ അക്കാക്കാന്നേ വിളിക്കുകയുള്ളൂ, വലിയ ആളുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടു. എനിക്ക് പറയാനുള്ള ലോകപ്രശസ്തയായ അമ്മയെക്കുറിച്ചാണ്. ആ അമ്മയിൽ കൂടിയാണ് ഈ മകളെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത് സംഗീതഭാരതി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട് മ്യൂസിക്കിൻ്റെ. അവിടെ ഒരു കോൺസെർട്ട് ഹാള് പണിഞ്ഞപ്പോഴേ അത് ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്നത് വിദ്യയുടെ മുഖമാണ്. അപ്പോൾ വിദ്യ അവിടെ വന്ന് നല്ല ഭംഗിയായിട്ട് ഭജൻസ് പാടി, അങ്ങനെ അത് ഇനോഗ്രേറ്റ് ചെയ്തത് വിദ്യയാണ്. പിന്നെ മറ്റൊരു കാര്യം, അത് സ്വല്പം പേഴ്സണലാണ്. 10-20 വർഷങ്ങൾക്ക് മുൻപ്, അതായത് വിദ്യ സിനിമയിലൊക്കെ കത്തി നിൽക്കുന്ന കാലത്ത് എല്ലാവരും പറയുമായിരുന്നു വിദ്യയുടെ ഒരു ചെറിയ ഛായ എനിക്കുണ്ടെന്ന്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയ പിണക്കവും എനിക്കുണ്ട്. കാരണം ഇത്രയും ടാലൻറ്റും ഒക്കെ വെച്ചിട്ട് ആ മ്യൂസിക്കിലേക്ക് വന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ
ഇന്ന് എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിലെ ഒന്നാമത്തെ നിരയിലെ ഗായിക തന്നെയായിരുന്നു. എന്നെ ഒരു ഈ കർണാടക സംഗീതത്തിൽ മാത്രമല്ലാതെ തമിഴ് സിനിമ മ്യൂസിക് മാത്രമല്ലാതെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഫിലിം മ്യൂസിക്കിലേക്ക് എന്നെ കൊണ്ടുപോയതും പ്രഭാകയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഹിന്ദി പിക്ചറിന് പോയിട്ട് വരുമ്പോഴും ആ ഹിന്ദി പാട്ട് അങ്ങനെ പാടി കാണിക്കും. ഒരു പ്രാവശ്യം കേട്ടാൽ മതി. കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം ഒരു 185 ഭജൻസ് എഴുതി. എനിക്കും പാടി കാണിച്ചായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് അറിയാം. 89 കീർത്തനം എഴുതി. പാടി ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. 89 കീർത്തനം വരെ. 80 ക്ലാസിക്കൽ കീർത്തനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും? അമ്മ പാടിയതൊക്കെ മനസ്സിൽ കിടക്കുകയായിരിക്കുമല്ലോ. ട്യൂൺസ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ടീച്ചർ. വേർഡ്സ് ഇപ്പൊ തന്നാൽ എല്ലാം പാടാൻ പറ്റും. എനിക്ക് ഒരു ട്യൂണും മറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് എൻ്റെ ഒരു അത്യാഗ്രഹമാണ്. 3 പേരും കൂടി പാടി കേൾക്കാൻ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. ഓമനക്കുട്ടി ടീച്ചർ ശ്രീമതി ശ്രീവിദ്യ പാടുന്നത് കേട്ടിട്ടുണ്ടാവും ഒരുപാട്, പക്ഷെ ശ്വാസം മുട്ടിയിട്ട് പാടുന്നത് കേട്ടിട്ടില്ല. അയ്യേ, ഇപ്പൊ കേൾപ്പിച്ചു. എനിക്ക് നല്ല മ്യൂസിക് ഉണ്ട്, അതുകൊണ്ടായി പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാരോ കൃഷ്ണയ്യ ബാരോ കൃഷ്ണയ്യ നിന്ന ഭക്തര മനേഗീക കൃഷ്ണയ്യ ബാരോ കൃഷ്ണയ്യ ಬಾರೋ ನಿನ ಮುಖ ತೋರೋ ನಿನ ಸರಿಯಾರೋ ಜಗದರ ಶೀಲನ್ನೇ ಬಾರೋ ನಿನ ಮುಖ ತೋರೋ ನಿನ ಸರಿಯಾರೋ ಜಗದರ ಶೀಲನ್ನೇ ಬಾರೋ കൃഷ്ണയ്യ. ഞങ്ങളുടെ റിക്വസ്റ്റ് ടീച്ചർ അതെ, കരുണ ചെയ്വാനന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേൻ ശരണാഗതൻ മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായു പൂരം തന്നിൽ മരുവും അഖില ദുരിത ഹരണ ഭഗവൻ കരുണ ചെയ്വാനൽ തൂ താമസോ കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേൻ കൃഷ്ണ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കല എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തരുന്ന ഒരു വരദാനമാണെന്നും അത് പോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കണമെന്നും വിശ്വസിക്കുമ്പോഴാണ്, അത് പരിശീലിപ്പിക്കുമ്പോഴാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി പൂർണ്ണതയിലെത്തുന്നത്. അങ്ങനെ പൂർണ്ണതയിലെത്തിയ 3 കലാകാരികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമുക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം ഈ കലാപ്രകടനങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്. ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, വളരെ പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ചില ചോദ്യങ്ങൾ.
ഇത്രയും കാലത്തെ ജീവിതം എന്ത് പഠിപ്പിച്ചു? മനുഷ്യരെ വിശ്വസിക്കരുത്, ദൈവത്തെ വിശ്വസിക്കണം. എന്തിനെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കുന്നത്? ഓൾമോസ്റ്റ് ഒന്നിനെ കുറിച്ച് ഓർത്തില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു? എൻ്റെ അരങ്ങേറ്റ ദിവസം. ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ബാബ. ഏറ്റവും ആരാധന തോന്നിയിട്ടുള്ള നടൻ ആരാണ്? നാഗേഷ്. ഏറ്റവും അസൂയ തോന്നിയിട്ടുള്ള നടിയാരാണ്? ശ്രീദേവി. ഏകാന്തതയെ എങ്ങനെയാണ് നേരിടുന്നത്? എനിക്ക് ഏകാന്തത ഇല്ല എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് താമസമാക്കിയതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ബാബ താമസം മാറ്റാൻ പറഞ്ഞു, മാറി. ഇനിയും സാധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനിയും ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം എന്താണ്? ഡ്യുവൽ റോൾ ചെയ്തിട്ടില്ല, ഫുൾ ലെങ്ത് കോമഡി റോൾ ചെയ്തിട്ടില്ല. സിനിമയിൽ ഇനിയും പൂർത്തീകരിക്കാത്ത ഒരു മോഹം? സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ അരവിന്ദൻ സാർ മിസ് ചെയ്തു, അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ മിസ് ചെയ്തു. എന്തിനെയാണ് ഭയപ്പെടുന്നത്? മിക്കവാറും എന്നെ തന്നെയാണ് പേടി. അപവാദങ്ങളെക്കുറിച്ച് ഓർത്ത്? ഒന്നുമില്ല, അത് ഈ കാതി വാങ്ങിച്ച കാതില്ല. ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സമാഗമത്തിൽ വന്നതിനും മധുരതരമായ ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു വെരി മച്ച്.